വെൽക്കം ടു കുക്കിംഗ് ആൻഡ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇപ്പോൾ റമദാനൊക്കെ ആയില്ലേ, അപ്പോൾ റമദാനിലൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിസ്സ ഫില്ലിംഗ് ഉള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിസ്സ ബ്രെഡ് ഡിസ്കുകളാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ അത് റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും രണ്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കഷ്ണം വലിയ ഉള്ളിയില്ലേ, അത് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബോയിൽ ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചിക്കൻ മതി. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പിസ്സ സോസാണ്. ഞാൻ 2 ടേബിൾ സ്പൂണ് പിസ്സ സോസ് ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ആ പിസ്സ സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം കെച്ചപ്പ് ഉപയോഗിച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഞാനിത് ഉണ്ടാക്കാനായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 6 ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഈ 6 സ്ലൈസും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. കുക്കി കട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മൂടി ഉപയോഗിച്ചിട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുക. ബാക്കി വരുന്ന പോർഷൻസ് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ ഒരു സ്പൂണ് ഫില്ലിങ് ഇതുപോലെ ബ്രെഡിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് മൊസറില്ല ചീസ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ചെഡാർ ചീസും ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും ആ പിസ്സയുടെ ഫ്ലേവർ ഇങ്ങ് വരിക. എന്നിട്ട് മറ്റേ ബ്രെഡിൻ്റെ പീസ് കൊണ്ട് ഇതുപോലെ അമർത്തിയിട്ട് സൈഡിൽ എന്തെങ്കിലും പുറത്തേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിലേക്ക് ഒന്ന് അമർത്തിയിട്ട് നീറ്റാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് സൈഡൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല, ഫുള്ളി കവർ ആവണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ച് മിക്സ് ആക്കിയിട്ട് എടുക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ലിക്വിഡായിട്ട് കിട്ടും, അതാണ് ഏറ്റവും നല്ലത്. ഇത് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പിസ്സയുടെ ബ്രെഡ് ഡിസ്കുകളില്ലേ, അതൊന്ന് ഈ കോഴിമുട്ടയിൽ മുക്കിയിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, സൈഡൊക്കെ ഫുള്ളായിട്ട് കവർ ആവണമെന്നില്ല, അതിൻ്റെ ഇത് കുറച്ച് പുറത്തൊക്കെ ആയിട്ടാണ് ഉള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ആ പോർഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത്. ആ ബ്രെഡ് സ്ലൈസസ് ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്താൽ മതി. ഞാനിപ്പം ഓയിൽ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പിസ്സ ഡിസ്കുകൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ചെറുതാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ ഒരു സ്നാക്ക് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കറക്റ്റ് ആ ചീസൊക്കെ ഊസ് ഔട്ടായിട്ട് വരും. ഞാനിപ്പോൾ ഇത് കഴിച്ചിട്ട് കാണിക്കുന്നില്ല, കാരണം നോമ്പായതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നോമ്പെടുക്കുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.